വീണ്ടും ജനറൽ നരവണയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ പറ്റിയാണ് പറയാൻ ഉള്ളത്. കാരണം ഇങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പെൻഗ്വിൻ ഇന്ത്യയും അങ്ങനെ ഒരു പുസ്തകം ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് ജനറൽ നരവണയും പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുസ്തകം രാഹുൽ ഗാന്ധിയുടെ മാത്രം കയ്യിൽ കിട്ടിയത് എന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആമസോണിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത്, ആമസോണിൽ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്, അതിൽ കിട്ടാനില്ല. ഫ്ലിപ്കാർട്ടിൽ അത് കിടക്കുന്നുണ്ട്, പക്ഷെ അതിൽ പ്രൈസും ഒന്നുമില്ല, അത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇത് ഓൺലൈനിൽ കിട്ടിയെന്നാണ് പറയുന്നത്. ഏത് ഓൺലൈനിൽ നിന്ന് ആർക്ക് കിട്ടി, അതാണ് ഒരു കാര്യമുള്ളത്. രണ്ടാമത്തെ കാര്യം, അത് പാർലമെൻറ്റിൽ ഉന്നയിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരാജയം എന്ന് വരുത്താനുള്ള വിഫല ശ്രമമാണ്. നമ്മൾക്ക് ഒരു കാര്യം നോക്കിയാൽ അറിയാം, കേരളത്തിൽ നിന്നാണ് കോൺഗ്രസ്സിന് വലിയൊരു ഭാഗം എം പിമാരുള്ളത്. അതിൽ കോൺഗ്രസ് എം പി ആയ ശശി തരൂരും RSP എം പി ആയ ശ്രീ NK പ്രേമചന്ദ്രനും ഒഴികെ മറ്റാരും എന്തെങ്കിലും കാര്യമായി ഏതെങ്കിലും ഭാഷയിൽ പാർലമെൻറ്റിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവർക്ക് അത്തരം കാര്യങ്ങളിൽ പറയുന്നതിനോ കാര്യമായ പഠനം നടത്തി പറയുന്നതിനോ ശ്രീ ബിട്ടാസ് പോലും സാമാന്യം വളരെ നന്നായി പാർലമെൻറ്റിൽ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇവർക്കാർക്കും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എന്തിനേറെ മലയാളത്തിലോ പാർലമെൻറ്റിൽ പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്നതിലും അതുപോലെ പേപ്പറുകൾ കീറി എറിയുന്നതിലുമൊക്കെ മുന്നിൽ നിൽക്കുന്നു. അതായത് വേണ്ട മേഖലയിൽ കഴിവില്ലാത്തപ്പോൾ അത് കാണാതിരിക്കാനായി മറ്റ് മേഖലകളിലേക്ക്, വയലൻസിലേക്ക് തിരിയുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ജനറൽ നരവണെ പറഞ്ഞ ഒരു കാര്യം, അതായത് ചൈനീസ് ആർമി വരുന്നു, അവരുടെ ടാങ്കുകൾ വരുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് രക്ഷാമന്ത്രിയോട് ചോദിച്ചു. അത് കഴിഞ്ഞ് രക്ഷാമന്ത്രി പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത ശേഷം ഏറ്റവും ഉചിതമായ നടപടികൾ എടുക്കൂ എന്ന് പൂർണ്ണ അധികാരം നൽകി. ഇതാണ് ചെയ്തത്. ഇത് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലും ഇത് തന്നെയാണ് കൊടുത്തത്. ടാസ്ക് കൊടുക്കുക, അതാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യുക. ആ ടാസ്ക് ഏൽപ്പിക്കുക. അതുപോലെ തന്നെയാണ് താഴോട്ട് വീണ്ടും ഈ ജനറലും താഴോട്ട് ഓരോ വിഭാഗങ്ങൾക്കും അവരുടെ ടാസ്കുകളാണ് കൊടുക്കുക. അതല്ലാതെ അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും ഇൻ്റർഫിയർ ചെയ്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയല്ല. ഓരോ കമാൻഡിനും അവസാനം അതിൻ്റെ ഒരു കമ്പനിക്ക് വരെ അല്ലെങ്കിൽ പ്ലാറ്റൂണിന് വരെ, അതല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന് വരെ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകളുണ്ട്. അതാണ് അവർ നിർവഹിക്കുന്നത്. അപ്പോൾ ഇത്രയും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ജനറൽ അതേതോ വലിയ അപരാധമാണ് എന്ന വിധത്തിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ജനറൽമാർ ഇന്ത്യക്ക് ഉണ്ടായിപ്പോയല്ലോ എന്ന് പരിതപിക്കാൻ ഇടയാക്കും. കാരണം 1971 ഏപ്രിൽ മാസത്തിൽ ഇതുപോലൊരു മറ്റൊരു ജനറൽ ഉണ്ടായിരുന്നു, സാം മനേക്ഷാ. 1970 പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം മുജിബുർ റഹ്മാൻ ഭൂരിപക്ഷം നേടുകയും പക്ഷേ പ്രധാനമന്ത്രിയാകാൻ പറ്റാതെ വരികയും ചെയ്തതിനു ശേഷം പാക് പട്ടാളം ബംഗ്ലാദേശിൽ നടത്തിയ ഭീകര ആക്രമണങ്ങളെ തുടർന്ന് 2 കോടിയോളം ജനങ്ങളാണ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഏപ്രിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി മനേക്ഷയോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ആരംഭിക്കണം. മനേക്ഷ പറഞ്ഞ മറുപടി ഞാൻ വായിക്കാം. ഇഫ് യു അലോ മീ ടു ഫൈറ്റ് ദ വാർ in my way, I guarantee you 100% victory. But if you order me to fight, I guarantee you a 100% defeat. തൻ്റെ ഇടത്തോടെ, അതായത് നിങ്ങളിപ്പോൾ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ 100% ചെയ്താൽ 100% പരാജയമായിരിക്കും ഫലം. ഞാൻ പറയുന്നത് പോലെ, ഞാൻ തീരുമാനിക്കുന്നത് പോലെ യുദ്ധം ചെയ്താൽ 100% ജയം ഉറപ്പാക്കാൻ പറ്റും. അങ്ങനെ ഏപ്രിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടും ഇന്ത്യൻ സൈന്യം ആക്രമണം ആരംഭിച്ചത് ഡിസംബർ 3-ാം തീയതിയാണ്. ഡിസംബർ 16-ാം തീയതി 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തു. ജനറൽ നിയാസി, അതാണ് സംഭവിച്ചത്. അങ്ങനെയുള്ള ജനറൽമാർ പിന്നീട് ഫീൽഡ് മാർഷലായ സാം മനേക്ഷയെ പോലുള്ളവർ നയിച്ച ഇന്ത്യൻ സേനയെയാണ് ജനറൽ നരവണെ നയിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കണം.
അതായത് മുഴുവൻ ഫ്രീഡവും സ്വാതന്ത്ര്യവും കൊടുത്താൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അറിയാത്ത ഒരു യൂണിഫോംഡ് ഓഫീസറെ എന്തിനു കൊള്ളാം? തൻ്റെ പരാജയം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരാജയമായി എടുത്തു കാണിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഒപ്പോസിഷന് അത് ശരിക്കും വളരെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭാഷണങ്ങൾ അത് രക്ഷാമന്ത്രിയായിട്ടായാലും പ്രധാനമന്ത്രിയായിട്ടായാലും എല്ലാം ഉള്ളത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വാസ്തവത്തിൽ വയലേഷൻ ഓഫ് ദ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന് ഈ ജനറൽ നരവണയെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം അത്രയും മോശം ഒരു ജനറൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ അപമാനമാണ്, സേനയ്ക്ക് അപമാനമാണ്. അത് സാം മനേക്ഷയെ പോലെ ഉള്ളവർ ഇരുന്ന കസേരയിൽ ഇരുന്നാണ് ഇത് പറയുന്നത്, പിന്നീട് റിട്ടയർ ചെയ്ത് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാതിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ അനുവാദമില്ലാത്ത ബുക്ക് എങ്ങനെയാണ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്? അത് പുറത്തിറങ്ങുന്നത് ഇദ്ദേഹം ആർക്കെങ്കിലും കൊടുക്കാതെ സ്വയം ബുക്ക് പബ്ലിഷ് ചെയ്ത് വരില്ലല്ലോ, വന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ അതോടൊപ്പം ഒരു NIA-യുടെയോ CBI-യുടെയോ അന്വേഷണമോ നടത്തി ശരിയായ നടപടികൾ ജനറൽ നരവണയ്ക്കെതിരെ എടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപൂർവമായ ചില നാണം കെട്ട ജനറൽമാർ ഇന്ത്യൻ സേനയ്ക്ക് അപമാനമായിട്ട് മാറും. അതും സാം മനേക്ഷയെ പോലുള്ള ഫീൽഡ് മാർഷൽമാർ നയിച്ചിരുന്ന സേനയ്ക്ക്. അതുകൊണ്ട് അതിൻ്റെ നടപടികൾ എടുക്കേണ്ടതാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ബുക്കും പിടിച്ച് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന, അതിൽ ചർച്ച വേണമെന്ന് ബജറ്റ് ചർച്ചയിൽ ആവശ്യപ്പെടുന്ന വ്യക്തി അതിലെ ഏതെങ്കിലും 2 വാചകമല്ലാതെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇനി ആ പുസ്തകം കാലി പേജസ് മാത്രമായിരുന്നോ എന്നും ആർക്കും അറിയില്ല. കാരണം കാലി ഭരണഘടനയും കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഉണ്ടാകാം. ഏതായാലും ഇതിൻ്റെ ഒരു മലയാള മനോരമയിലെ ചാനൽ ചർച്ചയിൽ കണ്ട ശ്രീജിത്തിൻ്റെയും ശ്രീ പത്മനാഭൻ്റെയും ചർച്ച കൂടി കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് 1971 യുദ്ധത്തെപ്പറ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി തോരാതെ ഇടപെട്ട് എന്തോ മഹത്തായ കാര്യം രാഹുൽ ഗാന്ധി സാധിക്കുന്നു എന്ന് പറയാൻ നടക്കുന്ന ആങ്കർ, അത് പലപ്പോഴും നമ്മൾക്കറിയാം. ഷാനി പ്രഭാകരനായാലും നിഷ പുരുഷോത്തമനായാലും അവരെല്ലാം എപ്പോഴും കോൺഗ്രസ്സിന് വേണ്ടി കൊള്ളുന്നവരാണ്. വളരെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രചാരകരാണ് എന്ന് പറയാം, കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതലായിട്ട്. മാത്രമല്ല അവർക്ക് BJPയോട് വലിയ വിരോധമുണ്ട്. അവരുടെ 2 പേരുകളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട, അവരതിലല്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം വ്യക്തമാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നത് ഇതേപോലെ തെറ്റായിട്ട് ശരി ബുദ്ധിയുള്ള ഒരാൾ പറയാത്ത രീതിയിൽ പറയാൻ വരുന്ന, പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അറിയാത്ത, അതുപോലെ പുസ്തകം വായിക്കാൻ അറിയാത്ത, പുസ്തകത്തിലെ ഒരു വാചകം പോലും കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ഒരാൾ ഒരു പുസ്തകം പൊക്കിപ്പിടിച്ച് അത് പ്രസിദ്ധീകരിച്ചതാണ്, അത് എൻ്റെ അതോറിറ്റി ഉണ്ട്, ഞാനത് ഓതറൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ഈ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയുടെ കഴിവുകൾ പലതവണ കാണിച്ചു കൊടുത്ത ഒരു സർക്കാരിനെതിരെ ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കേണ്ടത് നമ്മൾ കൂടിയാണ്. അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറയുന്നത്. സാം മനേക്ഷയെ ഓർക്കുക, അദ്ദേഹം എങ്ങനെയാണ് യുദ്ധം ചെയ്തതെന്ന് ഓർക്കുക. ആ കസേരയിലിരിക്കുന്ന ജനറൽമാർ അദ്ദേഹത്തെ പിന്തുടരുക. ജനറൽ നരവണ എന്ന് പറയുന്ന ഒരു വളരെ കഴിവുകെട്ട ഒരു മനുഷ്യനെ ആയിരിക്കരുത് ബാക്കിയുള്ള ജനറൽമാർ പിന്തുടരേണ്ടത്. കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും ഈ ജനറൽ നരവണയുടെ സ്ഥാനം. അവിടെ പ്രക്ഷോഭിക്കാനായിട്ട് മറ്റ് ജനറൽമാരും ഫീൽഡ് മാർഷൽ സാം മനേക്ഷയൊക്കെ ഉണ്ടായിരിക്കും. സാം മനേക്ഷയോട് ഇന്ദിരാഗാന്ധി പറയുമ്പോൾ സാം മനേക്ഷ
ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 1962 നിങ്ങളുടെ അച്ഛന് ഇതുപോലൊരു സന്ദർഭത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചൈനയോട്. അന്ന് അവിടുത്തെ ആ സമയത്ത് ജനറലിനുണ്ടായ സ്ഥിതി എനിക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ നേതൃത്വം യുദ്ധം വേണമെന്ന് ആവശ്യപ്പെട്ടാലും സാഹചര്യങ്ങളനുസരിച്ച് ആ റെഡിനെസ് തയ്യാറായി വന്നതിന് ശേഷം മാത്രമേ അത് ചെയ്യാനാകൂ എന്ന് പറയാൻ ഒരു നട്ടെല്ലുള്ള സേനാ മേധാവിക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാതെ രാഷ്ട്രീയക്കാരുടെ തോളിൽ ചായുന്ന സേനാ മേധാവികൾ നമ്മൾക്ക് ഒരാവശ്യവുമില്ല. ഇവർക്കൊക്കെ കൊടുക്കുന്ന പെൻഷനും ബാക്കി ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.